ഷാജി പക്ഷമോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി പക്ഷമോ അല്ല, ഞങ്ങൾ മുസ്ലിം ലീഗ് പക്ഷമാണ്. അതുകൊണ്ട് ഞാനും ഷാജിയും ഒരു പക്ഷം എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ നടത്തിയ പ്രസംഗം പോലും മുസ്ലിം സമുദായത്തെ അല്ല, മുസ്ലിം തീവ്രവാദത്തെയാണ് വിമർശിക്കുന്നത്. ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു നിലപാട് എപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് കോൺഗ്രസിനേക്കാൾ ലീഗിനേക്കാൾ ശക്തമായി സ്വീകരിക്കുന്ന ഞങ്ങളാണ്. ഒരു ബീഫ് ഫെസ്റ്റ് നടത്തുന്നു, NRCക്ക് വേണ്ടിയിട്ട് വലിയ ഐക്യദാർഢ്യ റാലികൾ നടത്തുന്നു, പലസ്തീൻ റാലികൾ നടത്തുന്നു. ആദർശത്തിൽ ഒരു വെള്ളവും ചേർക്കേണ്ടതില്ല. ഈ പ്രായോഗിക രാഷ്ട്രീയം എടുക്കുമ്പോഴും ഐഡിയോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്ര മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു, RSSും അതുപോലെ ഉന്നയിക്കുന്നു. ഞങ്ങൾ രണ്ടിനെയും എതിർക്കുന്നു. ഇതല്ലേ ശരിയായ നിലപാട്? അവർ ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും. അതുപോലെ ഒരു മര്യാദയാണ് 2019-ലും 2024-ലുമൊക്കെ UDFന് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഞങ്ങളെ പിന്തുണച്ചെന്ന് പറയുന്നുണ്ടല്ലോ. പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ലല്ലോ. ലീഗ് നേതാവ് MK മുനീറാണ് എന്നോടൊപ്പം. ഈ സൗമ്യ മുഖമൊക്കെ ആണെങ്കിലും നിലപാടുകളുടെ കാര്യത്തിൽ ഒരു കർക്കശമുണ്ട്. നമ്മുടെ നിലപാടുകളെക്കുറിച്ച് പറയാറുള്ളതും സാധാരണ ഒരു ആദർശവും പ്രായോഗിക നിലപാടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഈ പ്രായോഗിക നിലപാടിന് വേണ്ടി ആദർശത്തിൽ എത്രത്തോളം വെള്ളം ചേർക്കാമെന്നാണ് താങ്കൾ കരുതുന്നത്? ആദർശം എന്ന് പറയുന്നതും പ്രായോഗിക നിലപാടെടുക്കുമ്പോൾ കൂടെ കൊണ്ടുപോകേണ്ട ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ പ്രായോഗിക നിലപാടെടുക്കുമ്പം ആദർശം വേറൊരു വഴിക്ക് പോയിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നത് ഒരർത്ഥത്തിൽ കാപട്യമാണല്ലോ. ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രായോഗിക കാര്യങ്ങൾ എങ്ങനെ അതാത് കാലഘട്ടത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പലപ്പോഴും അത്തരത്തിൽ ഇപ്പോൾ CPMുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് CPM ലീഗിനെ വല്ലാതെ തലോടിയിരുന്നു. ലീഗ് ഒരു നല്ല പാർട്ടിയാണ്, ഒരു മതേതര പാർട്ടിയാണ്, ലീഗ് കോൺഗ്രസിൻ്റെ കൂടെ അല്ല നിൽക്കേണ്ടത്, ലീഗ് CPMനൊപ്പം വരണം. EP ജയരാജനും MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ആ നിലപാട് സ്വീകരിച്ചു. അന്ന് കടുത്ത CPM വിരുദ്ധത പറഞ്ഞത് MK മുനീർ സാഹിബ് മാത്രമാണ്. പക്ഷേ ലീഗിനകത്ത് കുറച്ച് പേർക്കെങ്കിലും ആ തലോടലൊരു സുഖം നൽകിയിരുന്നു എന്നാണ് കരുതുന്നത്. ഇല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾ അത് ഓരോ നേതാവിൻ്റെയും ഭാഷയിൽ വ്യത്യാസമുണ്ടാകും എന്നുള്ളതല്ലാതെ ആദർശപരമായി എല്ലാ നേതാക്കന്മാരും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം എടുത്തിട്ടുള്ള നിലപാടിൻ്റെ കൂടെ തന്നെയാണ് നിന്നിട്ടുള്ളത്. ഒരിക്കലും ഈ പറഞ്ഞ പോലെ വല്ലാതെ ഒരു CPM അനുകൂലമായിട്ടുള്ള നിലപാട് ഒരിക്കലും ഞങ്ങളുടെ ഒരു നേതാക്കളും എടുത്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ ആ പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുമ്പം അതാത് കാലഘട്ടത്തിൽ നമ്മൾ എടുക്കുന്ന സമീപനങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷേ അടിസ്ഥാനപരമായി മുസ്ലിം ലീഗ് അതിൻ്റെ ആദർശം വിട്ട് ഒരിക്കലും കളിച്ചിട്ടില്ല. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ അവർ പ്രായോഗിക രാഷ്ട്രീയത്തിന് വേണ്ടി ആദർശത്തെ പണയപ്പെടുത്തി ആണ് ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. CPM നിലപാടിലേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി. CPM അന്ന് ഈ NRC വിഷയത്തിൽ, പലസ്തീൻ വിഷയത്തിൽ, ഏക സിവിൽ കോഡിൻ്റെ വിഷയത്തിലൊക്കെ ഒരു പൊതു പ്ലാറ്റ്ഫോം രൂപീകരിച്ച് മുസ്ലിം സമുദായ സംഘടനയൊക്കെ കൂട്ടിയോജിപ്പിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതിലേക്ക് ലീഗിനെ ക്ഷണിച്ചു. ആ സമയത്ത് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്നാണ് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞത്. ഒറ്റ വാക്ക് ഞങ്ങളില്ല, CPM വേദിയിലേക്കില്ല എന്ന് പറഞ്ഞ താങ്കൾ മാത്രമാണ്. അന്ന് ഒരു ആലോചനയ്ക്ക് വകയുണ്ട് എന്ന് എന്തുകൊണ്ടാണ് ലീഗ് നേതൃത്വത്തിന് തോന്നിയത്? ആലോചന എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ പൊതുവിഷയങ്ങളായതുകൊണ്ട് പൊതുവിഷയങ്ങളിൽ എങ്ങനെ മുസ്ലിം ലീഗ് പലപ്പോഴും പൊതുവിഷയങ്ങളിൽ ഒരു നിലപാടെടുക്കാറുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ എന്ത് നിലപാടെടുക്കണം എന്നുള്ളത് ഒരു ആലോചനക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആലോചന വന്നു, ആലോചനയിലെടുത്ത തീരുമാനമാണ് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കേണ്ടതില്ല എന്നുള്ളത്. CPMൻ്റെ സാമുദായിക പ്രീണനത്തെക്കുറിച്ച് താങ്കൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ധാരണയുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ചന്ദ്രികയിൽ ലേഖനം എഴുതി. ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടായിരുന്നോ, അല്ലെങ്കിൽ പാർട്ടിയിലെ ചിലർക്കെങ്കിലും ബോധ്യമില്ലാത്തത് കൊണ്ടായിരുന്നോ അന്ന് CPMനൊപ്പം പോകുന്നതിനെക്കുറിച്ചൊരു ഊഹാപോഹങ്ങളൊക്കെ സൃഷ്ടിക്കാനും ഇതാ ലീഗ് CPMലേക്ക് എന്നൊരു രാഷ്ട്രീയ ഊഹാപോഹത്തിലെ കാര്യത്തിലേക്ക് പോകാനുള്ള കാര്യം?
അതൊന്നുമല്ല, നമ്മൾ അങ്ങനെ ഒരു ഊഹാപോഹം ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഊഹാപോഹങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് അവരാണ്. അവർ ഈ സമയത്ത് മുസ്ലിം ലീഗിനെ ക്ഷണിക്കുന്നു. മുസ്ലിം ലീഗ് ഒരു നല്ല മതേതര പാർട്ടിയാണ്, അവർ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കേണ്ടവരല്ല എന്ന് പറയുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതേ പിണറായി വിജയൻ അതേ നാവ് കൊണ്ട് പറയാണ് മുസ്ലിം സമുദായത്തിൻ്റെ മുഴുവൻ അട്ടിപ്പേർ അവകാശം മുസ്ലിം ലീഗിന് കൊടുത്തിട്ടില്ല എന്നും. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇടനിലക്കാരനെ ആവശ്യമില്ല, ഞങ്ങൾ മതസംഘടനകളുമായി ഇനി നേരിട്ടുള്ള ഡയലോഗിലേക്ക് പോവുകയാണ്. അപ്പം എന്തൊരു കാപട്യമാണ് ഇത്. സത്യത്തിൽ കിട്ടാത്ത മുന്തിരി പുളിക്കെന്ന് പറയുന്നതിൻ്റെ ഒരു യഥാർത്ഥ നിദർശനമല്ലേ ഇത്. ഈ മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിലുമൊക്കെ ലീഗിന് വ്യത്യസ്തമായ നിലപാടുണ്ടെന്നാണ് പറയുന്നത്. മലപ്പുറത്താവുമ്പോൾ CPM-ഒപ്പം ചേരുന്നതാണ് കോൺഗ്രസിനേക്കാൾ കുറച്ചുകൂടി ലാഭം എന്ന് മലപ്പുറത്തെ ലീഗുകാരെങ്കിലും കരുതുന്നുണ്ടെന്ന് പറഞ്ഞാൽ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അവിടെയാണല്ലോ ഏറ്റവും വലിയ മുസ്ലിം ലീഗിനെതിരെ മുസ്ലിം ലീഗിനെ തന്നെ തകർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാൻഡിഡേറ്റിനെ വെക്കുന്നതും ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നത് പോലും പലതും മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി. നമുക്ക് പൊന്നാനി പരീക്ഷണം ഓർമ്മയുണ്ട്. പൊന്നാനി പരീക്ഷണത്തിൽ PDPയെ പോലും കൂടെ കൂട്ടിയിട്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത്. അന്ന് കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മാർക്സിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്നത് പൊന്നാനിയിൽ നിന്നാണ്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് മലപ്പുറത്ത് ഒരു ബദലായി വരാനുള്ള ഒരു വലിയ ശ്രമമാണ് അവരെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അത് ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് മുസ്ലിം ലീഗ് ഓരോ പ്രവർത്തകൻ്റെയും ഒരു ആവേശമാണ്. അതല്ലേ നമ്മൾ പൊന്നാനിയിലും 2 തവണകളായിട്ട് കണ്ടിട്ടുള്ളത്. ഒരു അഭ്യൂഹത്തിനൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ചോദിക്കുന്നതാണ്. താങ്കളും KM ഷാജിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നമ്മൾ CPM-ഒപ്പം ചേരേണ്ടതല്ല, CPM വിരുദ്ധത വ്യക്തമായി ഉയർത്തിപ്പിടിക്കുമ്പോൾ മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു വിരോധത്തിൻ്റെ ആവശ്യമില്ല, അങ്ങനെ രാഷ്ട്രീയ ശത്രുതയുടെ ആവശ്യമില്ല എന്ന് കരുതുന്നവരാണ്. അതല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വളരെ കൃത്യമായി അദ്ദേഹം രാഷ്ട്രീയം പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തമായ രാഷ്ട്രീയം നമ്മൾ കേട്ടു നോക്കണം. ഇപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ശക്തമായി ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള പ്രസംഗം ചെയ്യുന്നത് അദ്ദേഹമാണ്. പക്ഷേ അത് പറയുമ്പോൾ അദ്ദേഹം കുറച്ച് സോഫ്റ്റായിട്ടേ പറയുള്ളൂ. കാരണം അത് അദ്ദേഹത്തിൻ്റെ തുടക്കം മുതലേയുള്ള ശൈലിയാണ്. ആ ശൈലിയിലേ അദ്ദേഹം സംസാരിക്കും. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്തിൻ്റെ ആ ഒരു സമയത്ത് വളരെ ശക്തമായ രീതിയിൽ അന്ന് EK നായനാർ ഉള്ളപ്പോൾ തന്നെ അന്ന് യുവജനയാത്ര നയിച്ചത് തന്നെ നായനാർ സർക്കാരിനെതിരെയുള്ള ഒരു ക്യാമ്പയിനായിട്ടാണ്. അപ്പോൾ അത് വളരെ പവർഫുള്ളായിട്ടായിരുന്നു. ഞങ്ങളുടെ ഭാഷ വേറെയാണ്. ഷാജിയുടേത് എൻ്റെ ഭാഷേനേക്കാളും അപ്പുറത്തുള്ള ഭാഷയാണ്. തീവ്രവാദമൊന്നും ഞാൻ പറയില്ല, വളരെ ശക്തമായ ഭാഷയിലാണ്, മൂർച്ചയുള്ള ഭാഷയിലാണ് സംസാരിക്കുക. ഞങ്ങളൊരു ഷാജി പക്ഷോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി പക്ഷോ അല്ല, ഞങ്ങൾ മുസ്ലിം ലീഗ് പക്ഷമാണ്. അതുകൊണ്ട് ഞാനും ഷാജിയും ഒരു പക്ഷം എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. കാരണം ചില കാര്യങ്ങൾ ഞങ്ങൾ പറയുന്ന സമയത്ത് ഒരേപോലെ വരുന്നു എന്നുള്ളതല്ലാതെ സത്യത്തിൽ എല്ലാവരും മുസ്ലിം ലീഗിൻ്റെ നിലപാട് തന്നെ സംസാരിക്കാറുള്ളത്. മുസ്ലിം ലീഗിൻ്റെ അപ്പുറമുള്ള ഞങ്ങളുടെ നിലപാട് തീരുമാനിക്കുന്നത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ എപ്പോഴും നിന്നിട്ടുള്ള എല്ലാവരും. അത് കുഞ്ഞാലിക്കുട്ടി മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വരെ സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെയാണ് നിന്നിട്ടുള്ളത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം CPM ഇപ്പോൾ പറഞ്ഞ പാണക്കാട് തങ്ങളെപ്പോലും വിമർശിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. ആ മാറ്റത്തിൻ്റെ കാരണം എന്തായിരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. അവരുടെ രാഷ്ട്രീയത്തിൽ തന്നെ അവർ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം അത് പാണക്കാട് തങ്ങൾ എന്നുള്ളത് മാത്രമല്ല, ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായി അത് പക്ഷേ EMSൻ്റെ കാലം മുതൽ ഉണ്ട് ആ ഒരു നിലപാട് എന്ന് പറയുന്നത്. ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു നിലപാട് എപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം
പലപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ നാദാപുരം ഭാഗം എടുക്കുകയാണെങ്കിൽ നാദാപുരത്ത് മുസ്ലിം ലീഗും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു സംഘട്ടനം ആരംഭിച്ചാൽ തന്നെ അത് പിന്നീട് ഒരു ഹിന്ദു മുസ്ലിം സംഘടനമാക്കി അതിനെ അവർ മാറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ പിന്നെ കാഫർ ഷോട്ടാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇവിടെ എടുത്തിട്ടുള്ള അഴീക്കോട് എടുത്തിട്ടുള്ള സിറാത്തിൻ്റെ പാലം എന്ന് പറയുന്ന വിഷയമാണെങ്കിലും ഇപ്പം ജമാഅത്ത് SDPI വിരുദ്ധമായിട്ടുള്ള പ്രസംഗങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുന്നവരെ ജമാഅത്തിൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് CPM ഇടക്കാലത്ത് ന്യൂനപക്ഷ സംരക്ഷകർ ഞങ്ങളാണ്, ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് കോൺഗ്രസിനേക്കാൾ ലീഗിനേക്കാൾ ശക്തമായി സ്വീകരിക്കുന്ന ഞങ്ങളാണ്, ഒരു ബീഫെസ്റ്റ് നടത്തുന്നു, NRCക്ക് വേണ്ടിയിട്ട് വലിയ ഐക്യദാർഢ്യ റാലികൾ നടത്തുന്നു, പലസ്തീൻ റാലികൾ നടത്തുന്നു. സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ഞങ്ങളുടെ സംരക്ഷകർ CPM ആണല്ലോ, ശക്തമായ നിലപാട് ലീഗിനേക്കാൾ കൂടുതൽ CPM പറയുന്നുണ്ടല്ലോ എന്ന് തോന്നിക്കൂടെ? സത്യത്തിൽ അതൊക്കെ വൈകാരികത ഉള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എന്നുള്ള ധാരണയിലാണ് ഇതെല്ലാവരും ചെയ്യുന്നത്. അതേസമയം അവകാശങ്ങൾ വരുന്ന സമയത്തോ അവകാശങ്ങൾ ഒന്നും വകവെച്ച് കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ജാതി സെൻസസ് എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളിൽ ജാതി സെൻസസ് എന്ന് പറയുന്നത് വരുമ്പം ബീഹാറിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ധൈര്യം ഇവർക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രകടന പത്രിക ഇറക്കിയായിരുന്നല്ലോ. ആ പ്രകടന പത്രികയിൽ ഒരു ജാതി സെൻസസ് പറയുന്നുണ്ടല്ലോ. പക്ഷേ ജാതി സെൻസസ് പിന്നീട് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ടാണ് മാറുന്നത്. അതേപോലെ ചില കാര്യങ്ങൾ അവർക്ക് തീരുമാനം എടുത്തു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പരിഹരിച്ചത് അവരാണെന്ന് പറയുന്നല്ലോ, പക്ഷെ ഉണ്ടാക്കിയതവരല്ലേ. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നിട്ട് പരിഹരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ പുറത്ത് മാത്രം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് അവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തുള്ളവർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അലൻ താഹ വിഷയമൊക്കെ അതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടത് നമ്മൾ. അത് അലൻ താഹ എന്ന് പറയുന്നത് അവരുടെ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന വിദ്യാർത്ഥികളല്ലേ, മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രം വേട്ടയാടപ്പെട്ടു. അത് പിന്നെ അവർക്ക് മാത്രമല്ലേ UAPA വന്നുള്ളൂ. അപ്പോൾ അന്നെന്താ പറഞ്ഞത്, UAPA എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ നിർബന്ധപൂർവ്വം എടുക്കേണ്ടതാണെന്നല്ലേ. പക്ഷേ ഇവരുടെ മൊത്തത്തിൽ UAPAയോടുള്ള നിലപാട് എന്തായിരുന്നു? അപ്പോൾ UAPA ചാർത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു? അവർ പുസ്തകം വായിച്ചു എന്നുള്ളതാണോ? അവരുടെ കയ്യിൽ നിന്നും ചില സാഹിത്യങ്ങൾ കണ്ടെത്തിയെന്നാണോ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെയൊക്കെ പുസ്തകശാലകളിൽ, എൻ്റെ പുസ്തകശേഖരത്തിൽ RSSുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളില്ലേ? ഗോൾവാൾക്കറിൻ്റെ പുസ്തകം എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഗോൾവാൾക്കറിൻ്റെ പുസ്തകം ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു സംഘ് പരിവാർ, പക്ഷെ അതൊരു തീവ്രവാദ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് CPM വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അടുത്ത് പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ നടത്തിയ പ്രസംഗം പോലും മുസ്ലിം സമുദായത്തെ അല്ല, മുസ്ലിം തീവ്രവാദത്തെയാണ് വിമർശിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും വിമർശിക്കുമ്പോൾ അത് സമുദായത്തെയാണ് പറയുന്നത് എന്ന് എന്തിനാണ് ലീഗ് ആക്ഷേപിക്കുന്നത് എന്നുള്ളതാണ് CPM ചോദിക്കുന്നത്. അതല്ല ഞാൻ ചോദിക്കുന്നത്, എപ്പോഴാണ് ഇവർക്കിത് തീവ്രവാദമായിട്ട് തോന്നിയത്? ഇപ്പം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ലല്ലോ. SDPA ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. ജമാഅത്തുമായി പരസ്യമായി തന്നെ ബന്ധമുണ്ടായിരുന്ന പാർട്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അന്ന് അവർ ജമാഅത്തിന് അനുകൂലമായി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുണ്ട്. ഞാനിപ്പോൾ മത്സരിച്ച് ജയിച്ച കൊടുവള്ളിയിൽ ഓമശ്ശേരി മാത്രം എടുക്കാം. ഓമശ്ശേരിയിൽ CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ ബൂത്ത് കമ്മിറ്റി ഇറക്കിയിട്ടുള്ള പോസ്റ്ററുണ്ട്. ആ പോസ്റ്റിൽ പറയുന്നുണ്ട്, അവിടെ ഒരു മാഷാണ് മത്സരിച്ച് സ്വതന്ത്ര ചിഹ്നം കൊടുത്തു. അതിൽ പറയുന്നുണ്ട്, വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്ന LDF സ്ഥാനാർത്ഥി
LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റർ ഇറങ്ങിയിട്ടുള്ളത്. മാത്രമല്ല അന്ന് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയ സ്ഥലത്തൊന്നും ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. പരസ്യ ധാരണയുണ്ടായെന്ന് മാത്രമല്ല, ചില സ്ഥലത്ത് പരസ്യമായി അവർ ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. HDP ആയിട്ട് ഇതേപോലെ തന്നെ ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിലൊക്കെ അവർ ഒരുമിച്ച് നിന്ന് ഭരിച്ചിട്ടുണ്ട്. മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പം ഇവിടെ നടന്ന പോലെ സിറാജിലൊക്കെ പരസ്യം കൊടുത്ത പോലെ അന്ന് അവിടെ പരസ്യം കൊടുത്തത് തേജസ്സിലാണ്. അപ്പോൾ ഞാൻ പറയുന്നത് സത്യത്തിൽ ഇതിനെല്ലാം ഉപയോഗിച്ച് അതിൽ നിന്നും ദുർമേധസ്സുണ്ടാക്കി ഈ തടിച്ചു കൊഴുത്ത മാർക്സിസ്റ്റ് പാർട്ടിയാണ് പറയുന്നത് ഇവരെ തൊടാൻ പാടില്ല എന്ന്. നമ്മൾ ചില ആളുകൾ വിവാഹമോചനം ചെയ്യും, പക്ഷേ വിവാഹമോചനം ചെയ്ത സ്ത്രീയെ പിന്നെ വേറൊരാൾ ആലോചിക്കുന്നത് പോലും ശരിയല്ല, അവരെ നോക്കാൻ പോലും പാടില്ല എന്ന് പറയുന്ന ചില മർക്കടമുഷ്ടിക്കാരായ എക്സ് ഭർത്താക്കന്മാരുണ്ട്. അവരുടെ ഒരു നിലപാടാണ് ശരിക്കും മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുന്നത്. ഇപ്പോൾ ആ ആലോചന UDF-മായി നടക്കുന്നുണ്ടല്ലോ. ഇത് ഞങ്ങൾ എവിടെയാണ് CPM ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞനുസരിച്ചാണെങ്കിൽ CPM മൊഴിയല്ലേ അല്ല നോക്കാൻ പോലും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി ഒരു സ്ഥലത്തും ഞങ്ങളുടെ മുന്നണിയിൽ വന്നിട്ടുമില്ല. അവരെപ്പോഴും ഇതേപോലെ തന്നെ പലർക്കും പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട്. ഒരു കാലഘട്ടത്തിൽ അവരുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും പിന്നെ മൂല്യാധിഷ്ഠിതമായി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്ത് വോട്ട് ചെയ്യുന്ന ഒരു നിലപാടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. പിന്നെ അവരെന്ത് ചെയ്തു, അവർ മൊത്തത്തിൽ വോട്ടുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴൊക്കെ അവർ ഇടതുപക്ഷത്തിനാണ് പിന്തുണ കൊടുത്തത്. അത് അവരുടെ പാർട്ടി ഓഫീസിൽ ഇരുന്നു കൊണ്ട് കൊടുക്കുന്ന പിന്തുണയാണ്. പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ ആർക്കെങ്കിലും പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി ആലോചിച്ചായിരിക്കും. പിണറായി വിജയനുമായി ആലോചിച്ചുറപ്പിച്ച ശേഷമാണ് LDF-ന് വോട്ട് കൊടുത്തത്. അതേ ആലോചന 2019 UDF-ന് പിന്തുണ കൊടുക്കുമ്പോൾ 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതല്ല, അവരുടെ പിന്നെ നേതൃത്വം ഇരുന്നു കൊണ്ട് ആലോചിച്ചിട്ടാണ് പിന്തുണ പ്രഖ്യാപിക്കാറുള്ളത്. എത്രയോ തിരഞ്ഞെടുപ്പ് ഒക്കെ ആയി മുന്നോട്ട് പോയ ശേഷമാണ് നമ്മുടെ സ്ഥാനാർത്ഥികളെയും നിർണ്ണയിച്ച് നമ്മൾ കുറേ കഴിഞ്ഞ് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ അമീർ അവരുടെ പാർട്ടി പിന്നെ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്ത ശേഷം അവർ പറയുന്നത് പുറത്തു വന്നുകൊണ്ട് ഞങ്ങളുടെ പിന്തുണ ഈ തവണ ഐക്യജനാധിപത്യ മുന്നണിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ UDF-ന് അതിലൊന്നും ചെയ്യാനില്ലല്ലോ. UDF-ൻ്റെ വേദിയിൽ അവർ വന്നു. ആഭ്യന്തരമായി ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും എന്നല്ല അവർ തന്നെ പറയുന്നു, ഞങ്ങളങ്ങനെ ചർച്ച നടത്താതെ ഒരു പിന്തുണയും ആർക്കും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ UDF നേതൃത്വമായി അപ്പം ഞങ്ങളിപ്പോൾ അവരോട് അവരുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. എവിടെയെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും ഇതേപോലെ അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ജോർജ് മാത്യു മത്സരിക്കുന്നു, അതൊരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു. അന്ന് ഓമശ്ശേരിയിൽ വെച്ചിട്ടാണ് പിന്നെ ജമാഅത്തിൻ്റെ യോഗം നടക്കുന്നത്. അപ്പോൾ ജമാഅത്ത് അതിനുശേഷം അമീർ അവിടെ വന്നുകൊണ്ട് അതെ ജോർജ് തോമസ് അദ്ദേഹം പിന്നെ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവരുമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പല നിലപാടിനോടും വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പുകളെല്ലാം പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഇത്തവണ അവിടെ UDF-നായിരിക്കും പിന്തുണ. പക്ഷേ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിലുള്ള മുഴുവൻ രാഷ്ട്രീയത്തെയും വിലയിരുത്തിക്കൊണ്ട് ഞങ്ങളുടെ പിന്തുണ ഇത്തവണയും ഇടതുപക്ഷത്തിനാണ് എന്നാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അത് ഇടതുപക്ഷം ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ജമാഅത്തിൻ്റെ ഒരു നിലപാടാണ്. അന്നത്തെ 2016 തനിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്, ജമാഅത്തിൻ്റെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് UDF-ൻ്റെ നേതാവായിട്ടുള്ള K മുരളീധരനാണ്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് K മുരളീധരൻ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് എനിക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട്. CP ജോൺ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. ഈ നിലപാട് ലീഗിനുണ്ടോ?
അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം എടുക്കുന്ന ഒരു നിലപാടിനെ മുസ്ലിം ലീഗിന് തള്ളി പറയേണ്ട ആവശ്യമില്ല. എന്ത് നിലപാടെടുക്കുന്നു? നമ്മൾ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗായിട്ടും ജമാഅത്തെ ഇസ്ലാമിയായിട്ടും നിൽക്കുന്നത്? രണ്ട് സംഘടനകളാണല്ലോ. അത് ഐഡിയോളജിക്കൽ ഡിഫറൻസാണത്. ജമാഅത്തുമായി ഞങ്ങൾക്ക് ഉള്ള ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഇന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ് എന്ന് തന്നെയാണോ നിലപാട്? അതല്ല ഞാൻ പറയുന്നത്. അവരുടെ ഈ നിലപാടുകളിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് അവരെന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ആദ്യം അവരങ്ങനത്തെ നിലപാടെടുത്തു? അതായത് ആദ്യ കാലഘട്ടത്തിൽ അവർ ഗവൺമെൻറ് ഉദ്യോഗങ്ങളിൽ പോലും പങ്കാളിത്തം വഹിക്കാൻ പാടില്ല, ഹുക്കുമത്തെ ഇലാഹി, ഇഖാമത്തുദ്ദീൻ എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വന്നവരാണ്. മൗദൂദി കാലഘട്ടത്തിലൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് തന്നെ മാറി നിൽക്കണമെന്ന് തീരുമാനിച്ചത്. അന്ന് ഖായിദ് മില്ലത്ത് ഇസ്മായിൽ സാഹിബ് പറയുന്നുണ്ട്, നിങ്ങൾ പൊളിറ്റിക്കലി ഒരു ഓർഗനൈസേഷനായി വന്ന് ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയകളിൽ ഭാഗഭാക്കാവണം, നിങ്ങൾ വേറിട്ട് നിൽക്കേണ്ടവരല്ല എന്ന് ഇസ്മായിൽ സാഹിബ് പറഞ്ഞിരുന്നു. കുറേ കാലത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി അവരുടെ നിലപാടിൽ മാറ്റം വരുത്തി. അവർ പിന്തുണക്കുക എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് വന്നു. അത് ആദർശപരമായി ഇന്ന സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാം, മറ്റ് സ്ഥാനാർത്ഥിക്ക് കൊടുക്കാം. അപ്പം സ്ഥാനാർത്ഥിയുടെ മൂല്യം നിർണ്ണയിച്ചുകൊണ്ട് വോട്ടുകൾ കൊടുക്കാൻ തുടങ്ങി. പിന്നെ അവർ തന്നെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായി മാറി. അതാണല്ലോ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്. മാത്രമല്ല ജനാധിപത്യ പ്രക്രിയയിൽ അവർ പങ്കാളിത്തം വഹിക്കാൻ തുടങ്ങി. അവർ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ച് അവരുടെ സ്ഥാനാർത്ഥികൾ വരികയും അവിടുത്തെ വികസന കാര്യങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തു തുടങ്ങി. അതുപോലെ ഇപ്പം അവർ ആസ് എൻ ഓർഗനൈസേഷൻ അവർ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ വ്യക്തമായി തന്നെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ സത്യത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഖായിദ് മില്ലത്ത് ഇസ്മായിൽ സാഹിബിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ചതിലേക്ക് ജമാഅത്തെ ഇസ്ലാമി പതുക്കെ നടന്നെടുക്കുകയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയപരമായ മാറ്റം. രാഷ്ട്രീയമായി നിലപാട് മയപ്പെടുത്തുമ്പോൾ അവരുമായി സഹകരിക്കാവുന്നതാണല്ലോ. ഒരു പഴയ മതരാഷ്ട്രവാദവും മൗദൂദിയൻ ആശയങ്ങളൊക്കെ ഞാൻ പറയുന്ന ലീഗിന് എന്തുകൊണ്ട് അല്ലെങ്കിൽ UDF എന്തുകൊണ്ട് സഹകരിച്ചുകൂടാ? അത് ഞങ്ങളുടെ മുന്നണിയിലേക്ക് ആര് വരണം ആര് വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്, ഐക്യജനാധിപത്യം. ആ തീരുമാനത്തിൽ ഞങ്ങൾക്കിപ്പം വെൽഫെയർ പാർട്ടിയെ ഞങ്ങളുടെ ഭാഗമാക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അല്ല, ഒരു സഹകരണത്തിന് ഒരു തൊട്ടുകൂടായ്മയുണ്ട്. ഒരു നേരത്തെയൊക്കെ ഇപ്പോൾ കോട്ടക്കൽ പ്രമേയത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു തരത്തിലുമുള്ള സഹകരണം ആവശ്യമില്ല എന്നുള്ള വളരെ ശക്തമായ നിലപാട് ലീഗ് സ്വീകരിച്ചിട്ടുണ്ട്. ആ കോട്ടക്കൽ പ്രമേയത്തിൻ്റെ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഒരു മാറ്റം ആ ജമാഅത്തെ ഇസ്ലാമി ഉൾക്കൊള്ളും? അല്ല, ഞങ്ങൾ ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഐഡിയോളജിക്കലായി ധാരാളം ഡിഫറൻസസ് ഇപ്പോഴും ഉണ്ട്. അത് നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. എന്തൊക്കെ ഏത് കാര്യത്തിൽ? അതായത് ഇപ്പം ജമാഅത്തെ ഇസ്ലാമി സാഹിത്യങ്ങൾ ഇന്നും പ്രചരണത്തിലുണ്ടല്ലോ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സാഹിത്യങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളതെല്ലാം പിൻവലിക്കണമെന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സാഹിത്യങ്ങൾ അവരുടെ ഐഡിയോളജിക്കലായിട്ടുള്ള അവർ ഈ പറഞ്ഞ ആദർശം എന്ന് പറയുന്ന അവരുടെ ആദർശം എന്ന് പറയുന്നത് അവർ പ്രായോഗിക രാഷ്ട്രീയത്തിന് വേണ്ടി അവർ മാറ്റിവെക്കാൻ തയ്യാറല്ലല്ലോ. അപ്പം അവരുടെ ബേസിക്കായി അവർ പൊളിറ്റിക്സിലേക്ക് വന്നു. ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായി കുറേ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ പേരിൽ നമുക്ക് ആദർശപരമായി അങ്ങ് പറഞ്ഞില്ല, ആദർശപരമായി ഒരു ലയനത്തിനോ ഒന്നിച്ച ഒരു മുന്നണി എന്നുള്ള രീതിയിൽ നിൽക്കുന്നതിനോ ഉള്ള സമയമായിട്ടില്ല എന്നാണ് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത്. ആദർശപരമായി അവർ പറയുന്നത് ഒരു മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു, മൗദൂദിയൻ ആശയങ്ങൾ ഇപ്പോഴില്ല എന്നൊക്കെയാണ്. അതിന് വിശ്വസിക്കാൻ
ഈ പറയുന്ന പോലെ അവർ പൂർണ്ണമായും മൗദൂദിയുടെ മലയാളം പബ്ലിക്കേഷൻസിലുള്ള ഈ പറയുന്ന സാഹിത്യങ്ങളൊക്കെ ഇപ്പോഴും അവരുടെ ആളുകൾ വായിക്കുന്നുണ്ട്, അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളതെന്നാണ്. അതല്ല, ഞങ്ങളിപ്പം ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും അവരുടെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ പിന്നെ വന്ന് പിന്നെ ഞങ്ങളുടെ പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളതിൽ ഞങ്ങളുടെ നിലപാട് പറയേണ്ട ആവശ്യമില്ല. മുസ്ലിം ലീഗിൻ്റെ പിന്നെ മറ്റൊരു രീതിയിലുള്ള നിലപാട് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അവരുമായി പിന്നെ അവരുടെ വോട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെന്താ. ഒരു മതരാഷ്ട്രവാദികൾ, ഭീകരവാദികൾ എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലെടുത്ത നിലപാടെന്താണ്? അതിൽ നിന്നും അല്പം വിഭിന്നമാണ് ഐക്യജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ള നിലപാട്. അവർ നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അവരുടെ വോട്ടുകൾ അവർ ഏത് സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്നു നമുക്കറിയില്ലല്ലോ. അവരുടെ പ്രവർത്തകർ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബൂത്തിനകത്ത് ചെന്ന് അവരുടെ കൈ പിടിച്ചിട്ട് നിങ്ങൾ വോട്ട് ചെയ്യല്ലേ ഞങ്ങൾക്ക് എന്ന് പറയാൻ ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിക്കില്ലല്ലോ. അവർ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അവർ ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പം ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പറയുന്നത് പോലെ ഈ രാജ്യത്ത് മുഴുവൻ ആളുകളും ജമാഅത്തെ ഇസ്ലാമിയാണ്, ഈ രാജ്യത്ത് എല്ലാവരും SDPI ആണ് എന്ന് പറയുന്നത് എത്രമാത്രം വസ്തുനിഷ്ഠമാണെന്ന് പരിശോധിച്ചാൽ മതി. അതായത് പിന്നെ പ്രിയങ്ക ഗാന്ധി 4 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഈ 4 ലക്ഷം വോട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടാണ്, SDPIയുടെ വോട്ടാണ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ വകവെച്ച് കൊടുക്കാൻ തയ്യാറല്ല. CPM വിമർശിക്കുന്ന പോലെ അങ്ങനെ രൂക്ഷമായി ഒരു മതരാഷ്ട്രവാദികൾ എന്ന രീതിയിലോ തീവ്ര മുസ്ലിം നിലപാടുള്ള സംഘടനയെന്നൊന്നും ഇനി ജമാഅത്തിനെ വിമർശിക്കില്ല. ഞങ്ങൾ SDPIയോട് ഞങ്ങളുടെ നിലപാട് വ്യത്യസ്തമാണ് കേട്ടോ. കാരണം തുടക്കം മുതലേ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അത് NDF രൂപീകരിക്കുന്നതിന് മുമ്പ് ഇവരുടെ വേറൊരു പ്രോട്ടോടൈപ്പ് ഉണ്ട്. ഇതിൻ്റെ വൈമ കൈമ എന്നൊക്കെ പറഞ്ഞിട്ട് യങ് മുസ്ലിംസ് ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടി കൂടിയിട്ടെടുത്തൊരു തീരുമാനമാണത് ശക്തമായിട്ടുള്ള. രണ്ടാമത്തെ കാര്യം, അവർ പിന്നെ NDF ആയി, പോപ്പുലർ ഫ്രണ്ടായി, പിന്നെ SDPI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായി മത്സര രംഗത്ത് വന്നു. ആ സമയത്തൊക്കെ തന്നെ അതിനെ നഖശികാന്ത് എതിർത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അന്ന് ഞങ്ങൾ ജമാഅത്തിനെതിരെയും വളരെ ശക്തമായ നിലപാടെടുത്തിരുന്നു. കാരണം ജമാഅത്ത് ആ കാലഘട്ടത്തിൽ പലപ്പോഴും എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഈ പറയുന്ന അതിതീവ്രമായ നിലപാടുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഞങ്ങൾ അതിനെതിരെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിനെതിരെ ശക്തമായ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഇവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെയാണ്. അപ്പോഴേ ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറുന്നത്. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറുന്നത്, അവർ പൊതുവേദികളിൽ വരാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഒരു മുസ്ലിം ലീഗിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിയുണ്ട്. കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമിയും പങ്കെടുക്കാറുണ്ട്. കാരണം അവർക്കും അഭിപ്രായങ്ങളുണ്ടാവില്ല. അഭിപ്രായങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നോക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം ഞാൻ പറയാം, മാർക്സിസ്റ്റ് പാർട്ടി ഒരു സർവകക്ഷികളെ വിളിക്കുന്ന സമയത്ത്, മുസ്ലിം സംഘടനകൾ വിളിക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെയും അവർ വിളിച്ചിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ആണെങ്കിൽ മതരാഷ്ട്രവാദം പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ആയിട്ട് എന്തിനാണ് മുഖ്യമന്ത്രി ഡയലോഗിലേക്ക് പോയത്? അപ്പം ചില സമയത്ത് സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്നൊരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ അവർ അതിതീവ്രത കൈവെടിഞ്ഞുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായി നിൽക്കുമ്പം അവരവിടെ നിന്നോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള ആളെ അവർ പിന്തുണച്ചോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള ആളെ അവർ എതിർത്തോട്ടെ. അത് അവരുടെ പിന്നെ തീരുമാനത്തിനകത്ത് ഞങ്ങൾ കയറി നിന്നുകൊണ്ട് ചെയ്യരുതേ എന്ന് പറയുന്ന
ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഐക്യജനാധിപത്യ ഇതൊരു മുന്നണി. ഒരു അവ്യക്തതയുണ്ട് സത്യത്തിൽ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിന് തുല്യമാണ് ഇപ്പോൾ താങ്കൾ പറയുന്നത്. അല്ല, ചെയ്യട്ടെ. അല്ല, ചെയ്യണമെന്ന് ഞങ്ങൾ ചെന്നിട്ട് പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചെയ്യാൻ അവർ സന്നദ്ധരാകുമ്പോൾ അവരുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അതല്ല, ചെയ്യാൻ തയ്യാറാകുമ്പോൾ സഹകരിക്കുക എന്നുള്ളതല്ല, അവർക്ക് അവരുടെ നിലപാട് സ്വീകരിക്കാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരാൾ നമുക്കൊരു സമ്മാനം തരുമ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാവണമല്ലോ. അല്ലാണ്ട് അത് ആ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നത്. അങ്ങനെ അവർ അത് ഞാൻ പറയുന്നത്, അത് സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും വോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കൈ കൊണ്ട് തരുന്ന സമ്മാനമല്ലല്ലോ. വോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു സമ്മാനമായി തരുന്നതല്ലല്ലോ. വോട്ട് എന്ന് പറയുന്നത് ഒരു വ്യക്തി അവൻ്റെ മാനുഷികമായ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കി അവൻ രഹസ്യമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് വ്യക്തിപരമല്ല. ജമാഅത്തെ ഇസ്ലാമി സംഘടന അതന്നെ, അത് ആ വ്യക്തിപരമല്ല, അതന്നെ സ്വാഭാവികമായി സംഘടനാപരമായി തന്നെ. നന്ദി വാക്ക് ഇപ്പോൾ കെ മുരളീധരനൊക്കെ പറഞ്ഞ പോലെ എനിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്, ഞാനത് സ്വീകരിച്ചിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് ജയിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ളത് അതൊരു രാഷ്ട്രീയ മാന്യത. അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ സമൂഹത്തിലുള്ള എല്ലാവരോടും ആ നന്ദി, നമുക്ക് വോട്ട് ചെയ്തവരോട് നമ്മൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏതൊരു സ്ഥാനാർത്ഥി സംഘടനാപരമായി. ഇപ്പോൾ ദേശാഭിമാനിയിൽ CPM ഒരിക്കൽ ലേഖനം എഴുതിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് നന്ദി പറഞ്ഞുകൊണ്ട്. അതൊരു നന്ദിയുടെ ഭാഗം അവർ സ്വീകരിക്കുന്നവർ ഉറപ്പ് പറയുന്നത്. അതുപോലെ ഒരു മര്യാദയാണല്ലോ 2019-ലും 2024-ലും ഒക്കെ UDF ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും തുടർച്ചയായി അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ലത്. ഇപ്പം നമ്മളിപ്പം ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കേണ്ട ഒരു സമയമല്ല. നമ്മൾ ആൻറ്റി ഫാഷിസ്റ്റ് നിലപാടെടുക്കുന്ന ഒരു മുന്നണി ഇന്ത്യയിൽ, അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടല്ല അവരുടെ ആഭിമുഖ്യം കാണിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ വളർന്നു വരുന്ന ഫാഷിസ്റ്റ് നിലപാടിന് എതിരെ ഉള്ള ഒരു കൂട്ടായ്മയിൽ അവരും UDF കൂടെ നിന്ന് വോട്ട് ചെയ്തിട്ടുണ്ടാവണം. അത് അവർ വ്യക്തമാക്കി പറയാറുണ്ട്. അന്ന് അവർ പറഞ്ഞിരുന്നത് പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആണ് പ്രശ്നങ്ങൾ തീർക്കുന്നത് എന്ന് പറയുന്ന ഒരു കാലം ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ഇടതുപക്ഷമാണ് യഥാർത്ഥത്തിൽ ഈ മതേതര ചേരിയെ ശക്തിപ്പെടുത്തുന്നത് എന്ന വിശ്വാസമായിരുന്നു അവർക്കുള്ളതെങ്കിൽ, ഇന്ന് ജമാഅത്തെ ഇസ്ലാമി ഈ ദേശീയ രാഷ്ട്രീയത്തിലുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ നിലപാടുകൾ എടുക്കുന്നത്. അല്ലാതെ ഇനിയിപ്പോൾ കോൺഗ്രസ് പോയിട്ട് പിന്നെ അവരുടെ ഒരു ഐഡിയോളജി വേറെ രീതിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അവർ സഹായിച്ചോളണമെന്നില്ല. മനസ്സിലായില്ലേ? അത് അവരുടെ നിലപാടാണ്. അത് ഐക്യജനാധിപത്യ മുന്നണി എടുക്കുന്ന നിലപാടെന്താണെന്ന് പറഞ്ഞാൽ ആൻറ്റി ഫാഷിസ്റ്റ് ചേരിയെ ശക്തിപ്പെടുത്താൻ ആരൊക്കെ ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ അവരൊക്കെ ഒരുമിച്ച് നിൽക്കണം. ഞങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതിൻ്റെ കൂടെ നിൽക്കണമെന്ന്. ആൻറ്റി ഫാഷിസ്റ്റ് ചേരിയോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിൽക്കണം എന്നും ഞങ്ങൾ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലേഖനങ്ങളിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ, ഇവിടെ നമ്മളുടെ രാഷ്ട്രീയം LDF UDF രാഷ്ട്രീയമാണ്, പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ അങ്ങനെ സംഭവിച്ചല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM പ്രത്യക്ഷമായി വെൽഫെയർ പാർട്ടിക്കൊപ്പവും ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പവും നിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ആ ഒരു നിലപാടിലേക്ക് ജമാഅത്തെ ഇസ്ലാമി പോകാൻ സാധ്യതയില്ല. ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും സ്വാധീനമുള്ള മുക്കം, കൊടുവള്ളി, ഇനി മലപ്പുറത്തേക്ക് പോയാൽ 10-20 പഞ്ചായത്തുകളുണ്ട്. അങ്ങനെയുള്ള പഞ്ചായത്തുകളിലൊക്കെ ഒരു സഹകരണം, പണ്ട് CPM ഉണ്ടാക്കിയ പോലെ ഒരു സഹകരണം UDF ഉണ്ടാക്കുന്നതിൽ തെറ്റില്ലല്ലോ. അങ്ങനെയാണ്. അല്ല, അതൊന്നും നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമല്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നേ ഉള്ളൂ. ആ സമയത്ത് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ മുന്നണിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണയും എടുത്തിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളും അവരുടെ സ്ഥാനാർത്ഥികളുള്ള സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളും ഉണ്ടായിട്ടുണ്ട്. അത് അതേ നിലപാട് തന്നെ നമ്മൾ തുടരുള്ളൂ. കാരണം പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല. മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയുള്ള സ്ഥലത്ത് ഇവരുടെ സ്ഥാനാർത്ഥിയും അവർ മാറ്റിക്കൊടുക്കും. ഞങ്ങളത് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളെല്ലാ സ്ഥലത്തും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ഞങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം അതേ നിലപാട് തന്നെ നമ്മളെടുക്കും. അവസാനമായൊരു ചോദ്യം കൂടി. CPM പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നത് പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും എതിർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്ര മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു, RSSും അതുപോലെ ഉന്നയിക്കുന്നു.
ഞങ്ങൾ രണ്ടിനെയും എതിർക്കുന്നു. ഇതല്ലേ ശരിയായ നിലപാട്? ഞാനതിൽ പിന്നെ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ന്യൂനപക്ഷങ്ങൾ വർഗീയമായി സംഘടിക്കുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ ഈ വർഗീയ എന്ന് പറഞ്ഞാൽ വർഗീയമായ കാര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ കാര്യങ്ങൾക്കല്ലാതെ. പിന്നെ മുസ്ലിം ലീഗ് അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് എപ്പോഴും ഒരു സാമുദായിക വിഷയങ്ങളിൽ മുന്നിൽ നിൽക്കുമെങ്കിലും അതൊരു മതേതരത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തി എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം. അതല്ലാതെ ഒരു വിഭാഗം മാത്രം നിന്നുകൊണ്ട് ചെയ്യുന്നത് പിന്നെ ഒരു സങ്കുചിതമാകും എന്നുള്ള കാര്യം ശരി തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും തുല്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണത്തെ എടുക്കാൻ പറ്റും. ഭൂരിപക്ഷ വർഗീയത ഇപ്പോൾ നമ്മൾ കാണുന്നത് അതാണ്. അതുണ്ടാക്കുന്ന അപകടകരമായ അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് എത്ര കണ്ട് അത്രയും വലിയ രീതിയിൽ ഒരു ഇന്ത്യയുടെ ഭരണത്തെ തന്നെ കയ്യിലെടുക്കുക, അത് മോഹന മാസ്റ്ററുടെ ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കിയാൽ അവരാദ്യം പുറന്തള്ളാൻ പോകുന്നത് ഹിന്ദു സമൂഹത്തെ ആയിരിക്കും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഉട്ടോപ്പിയൻ ചിന്തയാണല്ലോ. അതായത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഒരു മനുഷ്യനെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ? ഒന്നാമത് ജമാഅത്തെ ഇസ്ലാമിക്ക് തന്നെ അവരുടെ ഒരു പാർട്ടിയിലുള്ള അംഗങ്ങളുടെ എണ്ണം എത്ര എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടല്ലോ. SDPIക്ക് എത്ര ഉണ്ടെന്നുള്ള ധാരണയുണ്ടല്ലോ. എന്നാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു വലിയ ജനകീയ പ്രസ്ഥാനമല്ലേ. എത്ര കാലങ്ങളായി ഞങ്ങൾ പിന്നെ ഏറ്റവും പിന്നെ മൂന്നാമത്തെ കക്ഷിയൊക്കെ ആയിട്ട് അസംബ്ലിക്കകത്തുണ്ട്. ചില സമയത്ത് പിന്നെ വളരെ വലിയ അംഗസംഖ്യയോടുകൂടി അസംബ്ലിയിലുണ്ടായിരുന്നൊരു പാർട്ടിയല്ലേ മുസ്ലിം ലീഗ് എന്ന പാർട്ടി. അങ്ങനെയുള്ളൊരു പാർട്ടി എങ്ങനെയാണ് ഒരു രാഷ്ട്രീയമായ പിന്നെ പ്രസ്ഥാനമായി നിൽക്കുന്ന ഒരു പാർട്ടിയെ ജമാഅത്തെ ഇസ്ലാമിയുമായി കമ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ഞങ്ങൾ ഇവരുടെ ഒരു ശിക്ഷണത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയില്ലെങ്കിൽ മുസ്ലിം ലീഗിന് എക്സിസ്റ്റൻസ് ഇല്ല, SDPIയുടെ പിന്തുണയില്ലെങ്കിൽ മുസ്ലിം ലീഗിന് എക്സിസ്റ്റൻസ് ഇല്ല എന്നൊക്കെ പറയുന്നത് എത്ര ദുർബലമായിട്ടുള്ള വാദഗതികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ജമാഅത്ത് ഇവിടെ പണ്ടും ഉണ്ടായിട്ടുണ്ട്, SDPI ഇവിടെ പണ്ടും ഉണ്ടായിട്ടുണ്ട്, മുസ്ലിം ലീഗ് പണ്ടും ഉണ്ടായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ നിലപാടുകൾ പലപ്പോഴും മാറ്റിയിട്ടുണ്ട്. ചില സമയത്ത് അവർ UDFൻ്റെ കൂടെ നിന്നുണ്ട്, ചില സമയത്ത് UDFിൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അല്ല LDFന് അവർ പിന്തുണ കൊടുത്തപ്പോഴും ചില മണ്ഡലങ്ങളിൽ അവർ പിന്നെ UDFന് പിന്തുണച്ചിട്ട് അന്നൊന്നും ആരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കാരണം എന്താ, ബഹുഭൂരിപക്ഷം പിന്തുണയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയോണ്ട് ആ 2 എണ്ണം അവർക്ക് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന നിലപാടല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഐഡിയോളജിക്കലായി ഞങ്ങളുമായി യാതൊരു തരത്തിലും ഒത്തുപോകുന്നവരല്ല. അങ്ങനെ ഐഡിയോളജിക്കൽ ഡിഫറൻസുള്ള പല ആളുകളും പല സ്ഥലത്തുണ്ട്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ ചില സെക്ഷൻസ് നമുക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും ഞങ്ങൾ ചെന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരുടെ കൈ പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവർക്ക് അവരുടെ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാം. എന്നാലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനവും രണ്ടും രണ്ടാണ്. അവരുമായി ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഒരു മുന്നണി പോലെ നിൽക്കുക എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ UDF അങ്ങനെ ഒരു നിലപാട് ഒരിക്കലും എടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യവും UDF അതേ നിലപാട് തന്നെയാണ്. എടുക്കില്ല എന്നുള്ളത് കൂടി ഉണ്ടോ? ഞാൻ പറഞ്ഞത് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ആദർശത്തിൽ അധിഷ്ഠിതമായി എന്താണ് പ്രായോഗികം എന്നുള്ളത് നോക്കി, അതിൽ ഏറ്റവും പ്രധാനം ആദർശം എന്നുള്ളത് തന്നെയാണ്. ആദർശത്തിൽ ഒരു വെള്ളം ചേർക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും ഞങ്ങൾ എതിർക്കുന്നു. ഞങ്ങൾക്കും ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങളും SDPIയും തമ്മിൽ ഒരു ധാരണയും ഇല്ല.
അവരെല്ലാം സെപ്പറേറ്റ് പ്രസ്ഥാനങ്ങളാണ്. ആ പ്രസ്ഥാനങ്ങൾ അവരവരുടെ ജോലികൾ അവർ ചെയ്യുന്നു. മുസ്ലിം ലീഗിൻ്റെ ജോലി ചെയ്യുന്നു. ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട് ഇപ്പോഴും. ഞാൻ തുടങ്ങിയെടുത്ത് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ തുടങ്ങിയതും താങ്കൾ ആദർശത്തിന് വേണ്ടി നിലപാടിൽ വെള്ളം ചേർക്കാത്ത ആളാണെന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞു വെക്കുന്നതും ആദർശത്തിന് വേണ്ടി നിലപാടിൽ പ്രായോഗികതയിൽ ഒരു വെള്ളം ചേർക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ആദർശത്തിൽ ഒരു വെള്ളം ചേർക്കേണ്ടതില്ല. ഈ പ്രായോഗിക രാഷ്ട്രീയം എടുക്കുമ്പോഴും ഐഡിയോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിയും എൻറ്റയർലി ഡിഫറെൻ്റ് ഐഡിയോളജീസാണ്. അത് ഒരു സമാന്തരമായി പോകുന്ന രണ്ട് ഐഡിയോളജികളാണ്. അതെവിടെയെങ്കിലും വെച്ച് ഒന്നിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കിപ്പോഴും ഇല്ല. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുകളിൽ പിന്നെ പ്രാദേശിക തിരഞ്ഞെടുപ്പായാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തി മുന്നോട്ട് പോകാറാണ് കഴിഞ്ഞ തവണയും ഉണ്ടായിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികളെയും നിർത്തി മുന്നോട്ട് പോകാറുണ്ട്. അതിൽ ചില സ്ഥലത്ത് അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവരുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരും എന്നുള്ളത് കൊണ്ട് അത് ആരുടെ കൂടെ അവർ നിന്നാലും, ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നാലും വലതുപക്ഷത്തിൻ്റെ കൂടെ നിന്നാലും യു ഡി എഫിൻ്റെ കൂടെ നിന്നാലും ഈ പറയുന്ന അവരുടെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവർക്ക് കുറച്ച് സീറ്റുകൾ എന്തായാലും കിട്ടും. എന്നാൽ ഒരു നിയമസഭയിലേക്ക് ജയിച്ചു വരാനോ ഒന്നുള്ള ഒരു ശക്തിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. SDP-ക്ക് അത് തീരെയും പറ്റില്ല. പിന്തുണ ഇല്ലെങ്കിലും നിയമസഭയിലേക്ക് ലീഗിൻ്റെ സീറ്റ് ലീഗിൻ്റെ സീറ്റ് മുമ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ടല്ലോ. ലീഗിൻ്റെ സീറ്റ് ജമാഅത്തിൻ്റെ പിന്തുണയിലാണോ ഈ ലീഗിൻ്റെ ഇത്രയും കാലം? അന്ന് ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടും ലീഗിൻ്റെ സീറ്റുകൾ ലീഗിൻ്റെ കോട്ടകളിൽ നിലനിർത്തിയിട്ടില്ലേ? അന്ന് കൂടുതൽ കിട്ടിയിട്ടില്ലേ? ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജമാഅത്ത് പിന്തുണച്ചു എന്നാണല്ലോ പറഞ്ഞത്. ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട കുറേ സീറ്റുകൾ നഷ്ടപ്പെടുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതെ, ആ സീറ്റുകൾ തിരിച്ചുവിടും. താനൂരും നിലമ്പൂര് അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ട ഇടങ്ങളിലൊക്കെ, തിരുവമ്പാടി ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു തിരിച്ചുവരവിന് ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ല, ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടല്ലോ. നിങ്ങൾ പറയുന്നല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഞങ്ങളെ പിന്തുണച്ചെന്ന് പറയുന്നുണ്ടല്ലോ. പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ അതല്ല ഫാക്ടർ എന്ന് പറയുന്നത് അതാത് സമയത്തെ രാഷ്ട്രീയമാണ്. ഒരാൾ ജയിക്കുന്നതും ഒരാൾ തോൽക്കുന്നതും അതാത് സമയത്തെ രാഷ്ട്രീയമാണ്. പിന്നെ അവിടുത്തെ സ്ഥാനാർത്ഥികളാണ്. ഇതൊക്കെ വലിയ ഘടകങ്ങളാണ്. അതൊക്കെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതുള്ളൂ. അപ്പോൾ പിന്തുണ എന്ന് പറയുന്നതൊക്കെ നമ്മളെന്താണ് ഒരു കുഷ്യനിങ്ങിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുന്നത്. സത്യത്തിൽ അതിനപ്പുറം ഓരോ പാർട്ടിയും അവരുടെ ജോലി ചെയ്യണം. കോൺഗ്രസിൻ്റെ ജോലിയും മുസ്ലിം ലീഗിൻ്റെ ജോലിയും ചെയ്തിട്ടില്ലെങ്കിൽ ആര് പിന്തുണച്ചാലും ജയിച്ചു വരിക പ്രയാസമാണ്. അത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ പിന്തുണയ്ക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു ആൻറ്റി ഇൻകുംബൻസി ശക്തമായ ഒരു സാഹചര്യത്തിൽ, ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം ജനങ്ങളിൽ മൊത്തത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ബഹുഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുകയും തിരിച്ചു വരികയും ചെയ്യും. എല്ലാവിധ ആശംസകളും. താങ്ക് യു.